കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരാണ് രമേശ് പിഷാരടി. വെറും ഒരു മിമിക്രി കലാകാരനായോ TV ഷോ അവതാരകനായോ മാത്രം ഒതുങ്ങേണ്ടതല്ല ആ വ്യക്തിത്വമെന്ന് അദ്ദേഹം ഓരോ വട്ടം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ചാണ്. പലരും രാഷ്ട്രീയത്തിൽ വളരുമ്പോൾ തങ്ങളുടെ പഴയ മേൽവിലാസങ്ങൾ മറയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ പിഷാരടി വ്യത്യസ്തനാകുന്നത് അവിടെയാണ്. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കേന്ദ്രീയ വിദ്യാലയത്തിലെ ആഡംബരങ്ങളിൽ നിന്ന് ഇറങ്ങി നടന്ന് സാധാരണക്കാരുടെ സർക്കാർ സ്കൂളിലേക്ക് പോകുവാൻ തീരുമാനിച്ച ആ 8 വയസ്സുകാരനിലാണ് ഇന്നത്തെ രാഷ്ട്രീയക്കാരുടെ വേരുകൾ നാം തിരയേണ്ടത്. 10 മണിക്ക് സ്കൂളിൽ പോയാൽ മതിയെന്ന കൂട്ടുകാരന്റെ ഒരു രസകരമായ കമന്റിൽ നിന്നും ആ കുട്ടിത്തം നിറഞ്ഞ ആഗ്രഹം, പിഷാരടിയുടെ കുട്ടിത്വത്തിൽ നിറഞ്ഞ ആഗ്രഹം സത്യത്തിൽ അദ്ദേഹത്തെ എത്തിച്ചത് ഈ നാടിന്റെ ഹൃദയമിടിപ്പ് അറിയുന്നവരുടെ ഇടയിലേക്കാണ്. സാധാരണക്കാരുടെ നോവും വേവും അറിയണമെങ്കിൽ അവരിൽ ഒരാളായി വളരണം. ആ വളർച്ചയാണ് ഇന്ന് മൈക്കിന് മുന്നിൽ ഭയമില്ലാതെ സംസാരിക്കുവാൻ അദ്ദേഹത്തിന് കരുത്ത് നൽകുന്നത്. കോൺഗ്രസ് എന്നത് ഒരാവേശമായി നെഞ്ചിലേറ്റുമ്പോഴും താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി വോട്ട് ചോദിക്കുമ്പോഴും അദ്ദേഹത്തിന് ആത്മവിശ്വാസം നൽകുന്നത് കലാലയങ്ങളിൽ നിന്നും സ്റ്റേജുകളിൽ നിന്നും അദ്ദേഹം നേടിയെടുത്ത ആ വ്യക്തി പ്രഭാവമാണ്. രാഷ്ട്രീയ എതിരാളികൾക്ക് പിഷാരടിയെ നേരിടുവാൻ വലിയ പ്രയാസമൊന്നുമില്ലായിരുന്നു എന്നാണ് അവർ കരുതിയിരുന്നത്. തോമസ് ഐസക്കിനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ പിഷാരടിയെ കോമാളി എന്ന് വിളിച്ച് ആക്ഷേപിച്ചപ്പോൾ അവർ ലക്ഷ്യം വെച്ചത് അദ്ദേഹത്തിന്റെ കലയായിരുന്നു. പക്ഷേ അവർക്ക് തെറ്റിപ്പോയി. ഒരു കലാകാരനെ കോമാളി എന്ന് വിളിക്കുന്നത് ആ കലയെയും അതിലൂടെ ജീവിക്കുന്ന ആയിരങ്ങളെയും അപമാനിക്കലാണ്. തോമസ് ഐസക്കിന് പിന്നീട് ആ വാക്കുകളിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്നതും മാപ്പ് പറയേണ്ടി വന്നതും നമ്മൾ എല്ലാവരും കണ്ടതാണ്. പിഷാരടി മറുപടികൾ കൊണ്ടല്ല, മറിച്ച് കേരളത്തിന്റെ സാംസ്കാരിക ബോധം ആ പരിഹാസത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് ആ പ്രശ്നം അവിടെ അവസാനിച്ചത്. വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന ഒരാളോട് വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടുന്നത് ബുദ്ധിയല്ലെന്ന് എതിരാളികൾ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. പിഷാരടിയുടെ ഭാഷാ ശൈലി ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാകും. അതൊരു പരിഹാസമല്ല, മറിച്ച് മൂർച്ചയുള്ള ഒരു രാഷ്ട്രീയമാണ്. ചിരിപ്പിക്കുന്നതിനിടയിൽ അദ്ദേഹം തൊടുത്തുവിടുന്ന അമ്പുകൾ ചെന്ന് തറയ്ക്കുന്നത് അധികാരത്തിന്റെ ധാർഷ്ട്യങ്ങളിലേക്കാണ്. പാലക്കാട് പിടിച്ചടക്കുവാൻ വൻ ഭൂരിപക്ഷത്തിന്റെ കണക്കുകളുമായി വന്ന ശോഭാ സുരേന്ദ്രനും BJP പ്രവർത്തകരും പിഷാരടി എന്ന പേരിനെ ഭയപ്പെടുവാൻ തുടങ്ങിയത് ഇവിടെ വെച്ചാണ്. കഴിഞ്ഞ ദിവസം പാലക്കാട് നാം കണ്ട കാഴ്ചകൾ ജനാധിപത്യത്തിന് ലജ്ജയുണ്ടാക്കുന്നതായിരുന്നു. വഴി നടക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന് മേൽ BJP പ്രവർത്തകർ വിലങ്ങ് വെച്ചപ്പോൾ രമേശ് പിഷാരടി അവിടെ ആക്രോശിച്ചില്ല. അദ്ദേഹം മൗനം പാലിച്ചു. ഒരു ജാഥ പോലും നടത്തുവാൻ കോൺഗ്രസ് പാർട്ടിക്ക് സാധിക്കും, അല്ലെങ്കിൽ ഒരു പൊതുതെരുവിൽ യാത്ര ചെയ്യുവാൻ ഒരു കോൺഗ്രസ്സുകാരന് സാധിക്കില്ല എന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കാത്ത കാര്യവുമല്ല. അത്തരം ജാഥകൾക്കോ അത്തരം മത്സരങ്ങൾക്കോ ഒരുമ്പിടാതെ വളരെ സംയമനത്തോടു കൂടി ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരനെ പോലെ അതിൽ നിന്നെല്ലാം മാറി രാഷ്ട്രീയം നമുക്ക് സംസാരിക്കാമെന്ന് ഉച്ചത്തിൽ പറഞ്ഞ ഒരു നേതാവ്. ആ മൗനം അല്ലെങ്കിൽ ആ നിലപാടുകളാണ് ഇന്ന് കേരളം ചർച്ച ചെയ്തത്. മൗനത്തിന് 1000 പ്രസംഗങ്ങളെക്കാൾ ശക്തിയുണ്ട്. ക്യാമറകൾക്കും മൈക്കുകൾക്കും മുന്നിൽ തനിക്ക് നേരിട്ട അനുഭവങ്ങൾ അദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ടാണ് വിവരിച്ചത്. അതിൽ ഒരു ഇരയുടെ വിലാപം ഉണ്ടായിരുന്നില്ല, മറിച്ച് ഒരു പോരാളിയുടെ നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. ലോകം അറിയട്ടെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, പാലക്കാട് എന്താണ് സംഭവിക്കുന്നത്, BJP എന്ന പാർട്ടിക്ക് എന്താണ് പറ്റിയത് എന്ന് ലോകം കാണട്ടെ എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ വെറും ഒരു പ്രസ്താവനയല്ല, അത് ജനങ്ങളോടുള്ള ഒരു വിചാരണയാണ്. വാക്കുകൾ കൊണ്ട് ചരിത്രം മാറ്റാൻ കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. പാലക്കാടിന്റെ മണ്ണ് ആര് സ്വീകരിക്കണമെന്ന് തീരുമാനിക്കുന്നത് വലിയ പരസ്യങ്ങൾ കണ്ടല്ല, മറിച്ച് പിഷാരടിയെ പോലെയുള്ളവർ നടത്തുന്ന സത്യസന്ധമായ ഇടപെടലുകൾ കണ്ടുകൂടിയാണ്. കോമാളി എന്ന് വിളിച്ച് ഒതുക്കുവാൻ നോക്കിയവർക്ക് മുന്നിൽ സാംസ്കാരിക കേരളത്തിന്റെ ഉറച്ച ശബ്ദമായി പിഷാരടി നിൽക്കുന്നു. BJP-ക്കാർ സ്വപ്നം കണ്ട അധികാര കസേരകൾക്ക് മുന്നിൽ ഒരു വൻ മതിലായി അദ്ദേഹം മാറുമ്പോൾ അത് മലയാള സിനിമയിലെ ഒരു നടന്റെ വിജയമല്ല, മറിച്ച് നിലപാടുള്ള ഒരു മനുഷ്യന്റെ വിജയമാണ്. പാലക്കാട്ടെ വോട്ടർമാർ ചിന്തിക്കേണ്ടത് ഇതാണ്: കലയെയും കലാകാരനെയും മാനിക്കാത്തവർക്കാണോ, അതോ സാധാരണക്കാരുടെ ഭാഷയിൽ സംസാരിക്കുന്ന സത്യസന്ധരായ മനുഷ്യർക്കാണോ നിങ്ങളൊപ്പം ഉണ്ടാകുന്നത്? രമേശ് പിഷാരടി തുടങ്ങിവെച്ച ഈ രാഷ്ട്രീയ യാത്ര കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങളുടെ തുടക്കമാകട്ടെ. ഏവർക്കും നന്ദി, നമസ്കാരം.